Hello dear students, welcome back to Eduala 2.2. Plus 2 ബിസിനസ് സ്റ്റഡീസിലെ നാളത്തെ എക്സാമിന് നിങ്ങൾക്ക് പാസ്സാവണമെങ്കിൽ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടു പഠിക്കാം. അതായത് 5 പാഠം നമ്മൾ ഇതിൽ പഠിക്കുന്നുണ്ട് കേട്ടോ. ഈ 5 പാഠത്തിലും ആവശ്യമുള്ളത് മാത്രം, ഇമ്പോർട്ടൻ്റ് ആയുള്ളത് മാത്രം, അതുപോലെ തന്നെ ഹെഡിങ്ങുകൾ മാത്രം പഠിച്ചിട്ട് നമുക്ക് എങ്ങനെ ജയിക്കാമെന്ന് നോക്കി നോക്കാം. മെയിനായിട്ട് ഫസ്റ്റത്തെ 5 പാഠമാണ് പരീക്ഷയ്ക്കുള്ളത്. അപ്പോൾ ഓരോ ടോപ്പിക്കും ചെറിയ ചെറിയ സെൻറ്റൻസുകളായിട്ടും നിങ്ങൾക്ക് ജയിക്കാനുള്ളത് ഇതിലുണ്ട് കേട്ടോ. നോക്കി നോക്കാം. ഓരോ ടോപ്പിക്കായിട്ട് ഫസ്റ്റ് ചാപ്റ്റർ നേച്ചർ ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് മാനേജ്മെന്റ് ആണ്. ഇനി ഇതിന്റെ PDF-ന്റെ ഈ നോട്ട് നിങ്ങൾക്ക് ആവശ്യം വേണം എന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. അതിൽ ഇൻവൈറ്റ് ചെയ്തിട്ട് വന്നാൽ നിങ്ങൾക്ക് ഇതിന്റെ ലിങ്ക് കിട്ടും കേട്ടോ. ഈ ഒരു PDF നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അപ്പൊ ആദ്യം എന്താണ് മാനേജ്മെന്റ്? ഒരൊറ്റ സെന്റൻസ് ഉള്ളൂ. മാനേജ്മെന്റ് ഈസ് എൻ ആർട്ട് ഓഫ് ഗെറ്റിംഗ് തിങ്സ് ഡൺ ത്രൂ അതേഴ്സ്. ഓക്കെ, അതിന്റെ ഫീച്ചേഴ്സ് പഠിക്കാം. മാനേജ്മെന്റ് വന്ന് ഗോൾ ഓറിയന്റഡ് പ്രോസസ് ആണ്, പെർവാസീവ് ആണ്, കണ്ടിന്യൂസ് ആണ്, ഗ്രൂപ്പ് ആക്ടിവിറ്റി ആണ്, ഡൈനാമിക് ഫംഗ്ഷൻ ആണ്, ഇൻടാഞ്ചിബിൾ ആണ്, മൾട്ടി ഡയമെൻഷൻ ആണ്. അപ്പൊ ഫീച്ചേഴ്സ് പഠിച്ചല്ലോ. നമുക്ക് ഗോൾ ഓറിയന്റഡ് ആണ്, പെർവാസീവ്, കണ്ടിന്യൂസ്, ലാസ്റ്റ് ഉണ്ടല്ലോ ആ ഒരു വേർഡാണ് പഠിക്കേണ്ടത്. ദെൻ നേച്ചർ ഓഫ് മാനേജ്മെന്റ് ഏതെങ്കിലും ഒരെണ്ണാണ് എക്സാമിന് ചോദിക്കാറുള്ളൂ. മാനേജ്മെന്റ് ആസ് എൻ ആർട്ട്, അല്ലെങ്കിൽ മാനേജ്മെന്റ് ആസ് എ സയൻസ്, അല്ലെങ്കിൽ ബോത്ത് ഒക്കെയാണ് ചോദിക്കുക. മാനേജ്മെന്റ് ആസ് എൻ ആർട്ട് എന്ന് പറയുമ്പോൾ എന്താ, നമ്മൾ ഇതാ ആർട്ട് എന്ന് പറഞ്ഞാൽ ബോഡി ഓഫ് നോളജ് റിക്വയർ സ്കിൽ, ക്രിയേറ്റിവിറ്റി, പ്രാക്ടീസ് എല്ലാം വേണം. ഈ ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ട്. അതായത് ആർട്ടിന്റെ ഫീച്ചേഴ്സ് എന്താ, ലിസ്റ്റ് ഔട്ട് ചെയ്ത് കണ്ടിട്ടില്ലേ? സിസ്റ്റമൈസ്ഡ് ബോഡി ഓഫ് നോളജ് ആണ്, പേഴ്സണൽ അപ്ലിക്കേഷൻ ഉണ്ട്, പെർഫെക്ഷൻ, പ്രാക്ടീസിലൂടെയാണ് പെർഫെക്ഷൻ കിട്ടുന്നത്. എല്ലാ ഫീച്ചേഴ്സും നമുക്ക് മാനേജ്മെന്റിലുണ്ട്. സോ അതുകൊണ്ട് എന്താണ്, മാനേജ്മെന്റ് ആസ് എൻ ആർട്ടാണ്. ആസ് എ സയൻസ് എന്ന് പറയുമ്പോൾ സയൻസിന്റെ ഫീച്ചേഴ്സ് നോക്കാം. അതായത് സയൻസ് എന്ന് പറഞ്ഞാൽ സിസ്റ്റമൈസ്ഡ് ബോഡി ഓഫ് നോളജ് ആണ്, പ്രിൻസിപ്പിൾസ് ഉണ്ട്, അതും ബേസ്ഡ് ഓൺ എക്സ്പെരിമെന്റേഷൻ, അതായത് പരീക്ഷണങ്ങൾക്ക് അടിസ്ഥാനത്തിലാണ് ഓരോ പ്രിൻസിപ്പിൾസ് സയൻസിലുള്ളത്. അതുപോലെ തന്നെ യൂണിവേഴ്സൽ അപ്ലിക്കബിൾ ആണ്. ഈ 3 ഫീച്ചർ മാർക്കുണ്ട് നമ്മൾ മാനേജ്മെന്റിനുണ്ട്. മാനേജ്മെന്റ് എന്ന് പറഞ്ഞത് ഇറ്റ്സ് നോട്ട് എ സീൻ ഇൻ മാനേജ്മെന്റ്, ഇറ്റ്സ് നോട്ട് എ പ്യുവർ സയൻസ്. നമുക്ക് പറയാൻ പറ്റും എല്ലാം എക്സ്പെരിമെന്റ് ചെയ്തിട്ടാണ്. അപ്പോൾ പ്യുവർ സയൻസ് അല്ല, പക്ഷേ സോഷ്യൽ സയൻസ് ആണ്. സിസ്റ്റമൈസ്ഡ് ബോഡി ഓഫ് നോളജും അതുപോലെ തന്നെ അതൊക്കെയുണ്ട്. യൂണിവേഴ്സൽ ആപ്ലിക്കേഷൻ ഉണ്ട്. പക്ഷേ പ്രിൻസിപ്പിൾ ഓൺ എക്സ്പെരിമെന്റേഷൻ എന്നുള്ളത് കുറച്ചില്ല. അപ്പോൾ കുറച്ച് ഫീച്ചേഴ്സ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് പ്യുവർ സയൻസ് അല്ല. നിങ്ങളോട് ചോദിക്കും മാനേജ്മെന്റ് എന്നുള്ളത് എസ് എ സയൻസിനോട് നിങ്ങൾ എന്താണ് നിങ്ങളുടെ കമൻറ്റ് ചെയ്യാനുള്ള നിങ്ങളുടെ ഒപ്പീനിയൻ എന്ന് ചോദിക്കുമ്പോൾ ഇറ്റ്സ് നോട്ട് എ പ്യുവർ സയൻസ്. ദെൻ മാനേജ്മെന്റ് ഈസ് എ പ്രൊഫഷൻ എന്ന് പറഞ്ഞാൽ എന്താ, വെൽ ഡിഫൈൻഡ് ബോഡി ഓഫ് നോളജ് വേണം, ഫോർമൽ ട്രെയിനിങ് വേണം, എൻട്രി, അതായത് പ്രൊഫഷണലൈസ്ഡ് ആയുള്ള ആൾക്കാർക്ക് മാത്രമേ അതിൽ എൻട്രി ഉള്ളൂ, അസോസിയേഷൻ ഉണ്ടായിരിക്കണം, കോഡ് ഓഫ് കണ്ടക്ട് ഉണ്ടാവണം. ഇതിൽ ഓൾ ഫീച്ചേഴ്സ് ഓഫ് പ്രൊഫഷൻ ആർ നോട്ട് പ്രസന്റ്. നമുക്കറിയാലോ എന്താണ്, ഇതിലും എല്ലാ ഫീച്ചേഴ്സും ഒന്നും മാനേജ്മെന്റിൽ ഇല്ല. പക്ഷെ അതാണ് കുറച്ചൊക്കെ ഉണ്ട്. പക്ഷെ ഏതിൻ്റെ വഴിയാണിത് പോകുന്നത്, പ്രൊഫഷൻ്റെ വഴിയാണ് പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഫീച്ചേഴ്സ് എഴുതിയിട്ട് നിങ്ങൾക്ക് ആ കമൻറ്റ് ചെയ്താം. ദെൻ ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റിൽ ടോപ്പ് ലെവൽ, മിഡിൽ ലെവൽ, ലോവർ ലെവൽ. ടോപ്പ് ലെവൽ എന്ന് പറയുമ്പോൾ ആരൊക്കെ ഉണ്ടാവാമെന്നറിയാം, ചെറിയ ചെറിയ ഷോർട്ടായിട്ടുള്ള ആൾക്കാർ. ഷോർട്ട് ആൾക്കാർ എന്ന് പറയുമ്പോൾ നമ്മൾ പറയുന്നത് എന്താണ്, പേരിൽ ഇപ്പോൾ MD, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, CEO, MD എന്നൊക്കെ പറയുന്ന ആൾക്കാരാണ് ടോപ്പ് ലെവലിൽ ഉണ്ടാവുക. അവരുടെ ഫംഗ്ഷൻസ് പഠിക്കുക. 5 ഫംഗ്ഷൻസ് തന്നെ പഠിച്ചാൽ മതിയാവും. ഡിറ്റർമൈൻഡ് ഓഫ്, ഇതൊന്നും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, കാരണം ഇതൊന്നും ഷോർട്ട് ആക്കാൻ പറ്റില്ല. നമ്മൾ ഇതേപോലെ തന്നെ പഠിക്കുക. അത് മിസ് പറഞ്ഞത് ഈ ഒരു വീഡിയോ കാണുമ്പോൾ ഈ ഒരു സെക്ഷനിൽ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും പാസ്സാവാം. ഡിറ്റർമൈൻ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ബിസിനസ് ആൻഡ് പ്ലാൻസും പോളിസീസും അറ്റൈൻ ചെയ്യുന്നു, കോർഡിനേറ്റ് ചെയ്യുന്നു ആക്ടിവിറ്റീസ്, പിന്നെ ഗവൺമെന്റ്, വർക്കേഴ്സ്, ഓർഗനൈസേഷൻ ആൻഡ് അതർ പാർട്ട്നേഴ്സ്, അവരോടൊക്കെ റിലേഷൻഷിപ്പ് ആവുന്ന ഒരു വ്യക്തികൾ ഈ ടോപ്പ് ലെവലായിരിക്കും, അതായത് ഔട്ട്സൈഡേഴ്സിനോട്. ദെൻ മിഡിൽ ലെവൽ മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ അവിടെ മാനേജേഴ്സ് ആണ്. എല്ലാ മാനേജേഴ്സും, പ്രൊഡക്ഷൻ മാനേജർ, പർച്ചേസ് മാനേജർ, മാർക്കറ്റിംഗ് മാനേജർ, ഇവരാണ് ഒരു ലിങ്ക് ടോപ്പ് ലെവലും ലോവർ ലെവൽ. ദെൻ ഫങ്ഷൻസ് എന്താണ്, പോളിസി ഡിസിഷൻ ടോപ്പ് ലെവലിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നു, അപ്പോയിൻറ്റ് ചെയ്യുന്നു എംപ്ലോയീസിനെ, ഡിപ്പാർട്ട്മെൻറ്റൽ ഡിസിഷൻസ് എടുക്കുന്നു. ടോപ്പ് മാനേജ്മെൻറ്റും ലോവർ ലെവലും തമ്മിലുള്ള ലിങ്കാണ് മോട്ടിവേറ്റ് ചെയ്യുന്നു. ലോവർ ലെവൽ എന്ന് പറഞ്ഞാൽ എന്താണ്, ഫോർമാൻ, സുപ്പീരിയേഴ്സ് ഒക്കെയാണ് ഉണ്ടാവുക. ഇവർക്ക് താഴെ വർക്കേഴ്സ് വരും കേട്ടോ. ഇവരുടെ ഫങ്ഷൻസ് എന്താ, ഡേ ടു ഡേ വർക്ക് നോക്കുക, ഡ്യൂട്ടി കൊടുക്കുക, സൂപ്പർവൈസിങ് ദ വർക്കേഴ്സ്, അറേഞ്ച്മെൻറ്റ് ഓഫ് മെറ്റീരിയൽസ്, ഇവാലുവേറ്റിംഗ് പെർഫോമൻസ്, സെൻഡിങ് റിപ്പോർട്ട്സ് ടു അതോറിറ്റീസ്. ഏതെങ്കിലും 5 എണ്ണം പഠിക്കണം. 5 മാർക്കിനാണ് ചോദിക്കുക. ദെൻ കോർഡിനേഷൻ എന്താണ്, ഇറ്റ് ഈസ് എ
പ്രോസസ് ഓഫ് ഇൻറ്റിഗ്രേറ്റിംഗ് ദ ആക്ടിവിറ്റീസ് ഓഫ് വേരിയസ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ദ ഓർഗനൈസേഷൻ ടു അച്ചീവ് ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ്. ഒരു ഓർഗനൈസേഷൻ്റെ പല പല ഭാഗങ്ങളിൽ നിന്നുള്ള ആക്ടിവിറ്റീസ് കോർഡിനേറ്റ് ചെയ്യുക. ഇതൊരു എസെൻസ് ഓഫ് മാനേജ്മെന്റ് ആണ്. ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ കണ്ടിന്യൂസ് ആണ്, ഗ്രൂപ്പ് എഫേർട്ട് ആണ്, കോമൺ പർപ്പസ് ആണ്. ഓക്കെ, അപ്പോൾ അത്രയും പഠിക്കുക, ജയിക്കാതെ അതിലായിട്ടുണ്ട് കേട്ടോ. ദെൻ ചാപ്റ്റർ 2 എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് ആണ്. ഇതിൽ ഫയോളാണ് ഫാദർ ഓഫ് ജനറൽ പ്രിൻസിപ്പിൾ. മോഡേൺ മാനേജ്മെന്റിന്റെ പ്രിൻസിപ്പിളൊക്കെ ആരാണ്? ഹെൻറി ഫയോളാണ്. ഹെൻറി ഫയോളിന്റെ 14 പ്രിൻസിപ്പിൾസ് നിങ്ങൾക്ക് അറിയണം. പക്ഷേ ഇതിൽ 8 എണ്ണം നിങ്ങൾക്ക് എഴുതാൻ കിട്ടണം. ഇത് നിങ്ങൾക്ക് സിമ്പിൾ അല്ലേ, ഓരോന്നും ഓരോ ലൈനല്ലേ ഉള്ളൂ. ഡിവിഷൻ ഓഫ് വർക്ക് എന്ന് വെച്ചാൽ എന്താ? ദ വർക്ക് മസ്റ്റ് ബി ഡിവൈഡ് ഇൻ ടു സ്മോൾ ടാസ്ക് ആൻഡ് ഈച്ച് ടാസ്ക് അസൈൻ ടു എ പേഴ്സൺ. അതായത് ഒരു ജോലിനെ ഡിവൈഡ് ചെയ്യുക, ഓരോരുത്തർക്കും ഓരോ വർക്ക് കൊടുക്കുക. അതോറിറ്റി റെസ്പോൺസിബിലിറ്റി വെച്ചാൽ, അതോറിറ്റി എന്ന് പറഞ്ഞാൽ പവർ ടു ടേക്ക് ഡിസിഷൻ ആണ്. റെസ്പോൺസിബിലിറ്റി എന്ന് വെച്ചാൽ ഒബീഡിയൻസ് ആണ്. അതായത് നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് പറഞ്ഞു കൊടുക്കുന്നത് അതോറിറ്റിയും അത് ചെയ്ത് കാണിക്കുന്നത് റെസ്പോൺസിബിലിറ്റി ആണ്. ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ അനുസരണ, ഒബീഡിയൻസ്, റെസ്പെക്ട് ടു അതോറിറ്റി. യൂണിറ്റി ഓഫ് കമാൻഡ് എന്ന് പറഞ്ഞാൽ ദർ ഷുഡ് ബി വൺ ആൻഡ് ഓൺലി ബോസ് ഓർ സുപ്പീരിയർ ഫോർ ഈച്ച് എംപ്ലോയി. അതായത് എല്ലാവരും ഒരേ ഒരു സുപ്പീരിയറിൽ നിന്ന് മാത്രം കമൻറ്റ് സ്വീകരിക്കാം. യൂണിറ്റ് ഓഫ് ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ദ വൺ ഹെഡ് വൺ പ്ലാൻ. എല്ലാവരും വർക്ക് ചെയ്യേണ്ടത് ഒരേ ഒരു ലക്ഷ്യത്തോടു കൂടി ആയിരിക്കണം. സബോർഡിനേഷൻ ഓഫ് ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റ് ടു ജനറൽ ഇൻട്രസ്റ്റ് എന്ന് വെച്ചാൽ എന്താണ്? ഓരോ ഇൻഡിവിജ്വൽ ആൾക്കാരെയും നമ്മൾ എന്ത് ചെയ്യണം? അവരെ ഇൻട്രസ്റ്റ് ആക്കിയ ശേഷം നമുക്ക് ഗ്രൂപ്പ് ഇൻട്രസ്റ്റിലേക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ. റെമ്യൂണറേഷൻ എന്ന് വെച്ചാൽ എന്താ? സഫീഷ്യൻറ്റ്, മോട്ടിവേറ്റ് ചെയ്യുന്ന രീതിയിൽ ഫെയർ ആൻഡ് ജസ്റ്റിസ് ആയിരിക്കണം. എന്താ ഇവർക്ക് കിട്ടുന്ന റെമ്യൂണറേഷൻ, സാലറി ഒക്കെ കേട്ടോ. സെൻട്രലൈസേഷൻ ആൻഡ് ഡിസെൻട്രലൈസേഷൻ. സെൻട്രലൈസേഷൻ എന്ന് വെച്ചാൽ കോൺസെൻട്രേഷൻ ഓഫ് അതോറിറ്റി ആണ്, അത് ടോപ്പ് ലെവലുകാരാണ് ചെയ്യുക. ഡിസെൻട്രലൈസേഷൻ എന്ന് വെച്ചാൽ അതോറിറ്റി താഴേക്ക് കൊടുക്കുക, അതായത് ചെയ്യാനായിട്ട് ഡെലിഗേറ്റ് ചെയ്യുക. ദെൻ സ്കോളർഷിപ്പ് എന്ന് പറഞ്ഞാൽ അതാ ഈ ഒരു ഫോമൽ ലൈൻ ഓഫ് അതോറിറ്റി ആണ്. ഇവിടെ ഓരോരുത്തരും ഹയസ്റ്റ് റാങ്കിൽ നിന്ന് താഴത്തോട്ടാണ് നമുക്ക് എന്താ പറയുക അതോറിറ്റി പോവുക. എന്തെങ്കിലും കാരണവശാൽ എമർജൻസീസ് വന്നാൽ നമുക്കത് ഷോർട്ട് സർക്യൂട്ട് ചെയ്യാം. ഈ ഒരു കമ്മ്യൂണിക്കേഷൻ അതിന് നമ്മൾ ഗ്യാങ് പ്ലാങ് എന്ന് വിളിക്കുന്നു. എന്താണ് ഗ്യാങ് പ്ലാങ് എന്ന് ചോദിക്കാറുണ്ട് കേട്ടോ. ഓർഡർ എന്ന് പറഞ്ഞാൽ മസ്റ്റ് ബി എ ഫിക്സഡ് പ്ലേസ് ഫോർ എവ്രിതിങ്. എല്ലാത്തിനും ഒരു പ്ലേസ് ഉണ്ടായിരിക്കണം. ഇക്വാലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? നോ ഡിസ്ക്രിമിനേഷൻ എമംഗ് വർക്കേഴ്സ്. എല്ലാവരും ഈക്വൽ ആയിട്ട് മാനേജേഴ്സ് കാണണം. സ്റ്റെബിലിറ്റി എന്ന് വെച്ചാൽ എന്താ? എംപ്ലോയി ടേൺ ഓവർ കുറയ്ക്കാനായിട്ട് നല്ല എഫിഷ്യൻസി കൊണ്ടുവരണം എന്നാണ് പറയുന്നത്. ഇനീഷ്യേറ്റീവ് എന്ന് വെച്ചാൽ എന്താ? ഓരോ എംപ്ലോയീസിനും ഗീവ് എ ഓപ്പർച്യൂണിറ്റി ടു ഇനീഷ്യേറ്റ് മേക്കിംഗ് എക്സിക്യൂട്ടീവ് ദം എന്ന് വെച്ചാൽ ഓരോരുത്തർക്ക് പറഞ്ഞ കാര്യങ്ങൾ അവരെന്നെ സ്വയം ഇനീഷ്യേറ്റ് എടുത്ത് ചെയ്യാനുള്ള ഒരു ഫ്രീഡം കൊടുക്കുക. എസ്പിരിറ്റ് ഡീകോപ്സ് എന്ന് വെച്ചാൽ യൂണിയൻ നീഡ് സ്ട്രെങ്ത് ആണ്. അതായത് മാനേജ്മെന്റ് എല്ലാവരും ടീം സ്പിരിറ്റ് ആയിട്ട് വർക്ക് ചെയ്യണം. ഓക്കെ, ഇത്രയാണ് 14 പ്രിൻസിപ്പിൾ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള 2 പഠിച്ചിരിക്കണം. ദെൻ ടെക്നിക്സ് ഓഫ് സയന്റിഫിക് മാനേജ്മെന്റ്. അതായത് ജനറൽ മാനേജ്മെന്റ് എന്നുള്ള ലെവലിൽ നിന്ന് മാറി സയന്റിഫിക് മാനേജ്മെന്റ്. ഇവിടെ സയന്റിഫിക് മാനേജ്മെന്റ് പ്രിൻസിപ്പിൾ 4 ഉണ്ട്, ടെക്നിക്സ് ഉണ്ട്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ടെക്നിക്സ് ആണ്. FW ടൈലർ ആണ് ടെക്നിക്സ്, സയന്റിഫിക് മാനേജ്മെന്റ് ടെക്നിക്സ്. മെയിൻ ആയിട്ട് അദ്ദേഹം പറഞ്ഞ ഫസ്റ്റ് മെയിൻ ഫങ്ഷണൽ ഫോമാൻഷിപ്പ് ആണ്. ഇവിടെ പറയുന്നത് ടൈലർ ഈ ഫങ്ഷണൽ ഫോമാൻഷിപ്പ് എന്ന ടെക്നിക്കിലൂടെ പറയുന്നത് 2 തരം ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യണം ഒരു ഓർഗനൈസേഷനെ. എന്നിട്ട് അതിൽ 8 തരം സൂപ്പർവൈസേഴ്സിനെ നിയമിക്കണം. അതായത് ഈ ഫിഗർ വരച്ച് വെക്കാം. ഫാക്ടറി മാനേജർ ഉണ്ടാവും, പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിലും പ്ലാനിംഗ് ഡിപ്പാർട്ട്മെന്റിലും 4 പേര്. പ്ലാനിങ്ങിൽ ആരൊക്കെയാണ്? ഇൻസ്ട്രക്ഷൻ ക്ലർക്ക്, റൂട്ട് ക്ലർക്ക്, ടൈം ആൻഡ് കോസ്റ്റ്, ഡിസിപ്ലിനേറിയൻ. പ്രൊഡക്ഷനിൽ ആരൊക്കെയുണ്ട്? എല്ലാ ബോസുമാരും, ഗ്യാങ് ബോസ്, റിപ്പയർ ബോസ്, സ്പീഡ് ബോസ് ആൻഡ് ഇൻസ്പെക്ടർ. ഈ ഒരു ഫിഗർ വരച്ച് വെച്ചാൽ തന്നെ നമുക്കതിൻ്റെ മാർക്ക് കിട്ടി. ഇതാണ് ഫങ്ഷണൽ ഫോമാൻഷിപ്പ്. പിന്നീട് അദ്ദേഹം പറഞ്ഞത് സ്റ്റാൻഡർഡൈസേഷൻ ആണ്. അതായത് ഓരോന്നിനും സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യണം. അതുപോലെ സിംപ്ലിഫിക്കേഷൻ വെച്ചാൽ അൺവാണ്ടഡ് തിങ്സ് അല്ലെങ്കിൽ വേസ്റ്റ് മെറ്റീരിയൽസ്, അൺനെസസറി പ്രൊഡക്റ്റ് ഒക്കെ നമുക്ക് എലിമിനേറ്റ് ചെയ്യണം. എന്നാലും നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് സ്റ്റാൻഡർഡൈസേഷനും സിംപ്ലിഫിക്കേഷനും പറയുന്നത്. ദെൻ വർക്ക് സ്റ്റഡി, മെത്തേഡ് സ്റ്റഡി, മോഷൻ സ്റ്റഡി, ടൈം സ്റ്റഡി, ഫാറ്റിക് സ്റ്റഡി, 5 സ്റ്റഡികൾ അദ്ദേഹം പറയുന്നുണ്ട്. വർക്ക് സ്റ്റഡി എന്ന് പറഞ്ഞാൽ എന്താണ്? ഏതാണ് സിസ്റ്റമാറ്റിക് മെത്തേഡ് വർക്ക് ചെയ്യാനുള്ളത്. മെത്തേഡ് സ്റ്റഡി എന്ന് വെച്ചാൽ ഏത് വേയിലൂടെ ചെയ്താൽ നമുക്ക് നല്ല ടെക്നിക്കായിട്ട് നമുക്ക് മാർക്ക് ഇത് കിട്ടും. മോഷൻ സ്റ്റഡി എന്ന് വെച്ചാൽ എങ്ങനെ മൂവ്മെന്റ് ചെയ്യണം. ടൈം സ്റ്റഡി എന്ന് വെച്ചാൽ ഓരോരുത്തർക്കും എത്രത്തോളം ഫ്രീക്വൻസി ടൈം നമ്മൾ കൊടുക്കണം. ഫാറ്റിക് സ്റ്റഡി കേട്ടോ. ഇത്രയാണ് സ്റ്റഡീസ്. ദെൻ ഡിഫറൻഷ്യൽ പീസ് വെയ്റ്റ് സിസ്റ്റം, അതും ഫങ്ഷണൽ ഫോമാൻഷിപ്പിന് തുടങ്ങിയിട്ടുള്ള ഈ ഡിഫറൻഷ്യൽ പീസ് വെയ്റ്റ് സിസ്റ്റം വരെയാണ് അദ്ദേഹത്തിൻ്റെ സയൻറ്റിഫിക് ടെക്നിക്സ് കേട്ടോ. 2, 3, 4, 5, 6, 7, 8 7 ടെക്നിക്സ് ഉണ്ട് കേട്ടോ. ദെൻ അവിടെ സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് 4 പ്രിൻസിപ്പിൾ ഒന്നും ഹെഡിങ് നോക്കിക്കോളൂ കേട്ടോ.
ദെൻ തേർഡ് ചാപ്റ്ററിലേക്ക് കിടക്കുമ്പോൾ ഇമ്പോർട്ടൻസ് ഓഫ് ബിസിനസ് എൻവയോൺമെൻറ്റ്. ഷുവറാണ്, ഇത് ഇങ്ങനെ തന്നെ പഠിക്കാം. ഇമ്പോർട്ടൻസ് എന്താ? ഹെൽപ്സ് ദ ഫേം ടു ഐഡൻറ്റിഫൈ ഓപ്പർച്യൂണിറ്റി ആൻഡ് ഹെൽപ്സ് ടു ഐഡൻറ്റിഫൈ ത്രെറ്റ്, അതുപോലെ തന്നെ കോപ്പിയിങ് ദ ചേഞ്ചസ് ആൻഡ് ഇംപ്രൂവിങ് പെർഫോമൻസ്, അസംബ്ലിങ് റിസോഴ്സസ്. അതായത് എന്തിനാണ് ബിസിനസ് എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത്? എന്താണ് ബിസിനസ് എൻവയോൺമെൻറ്റ് എന്ന് പറഞ്ഞാൽ 5 തരം ഡയമെൻഷൻസ് പഠിച്ചാലാണ് അത് മനസ്സിലാവുള്ളൂ. നമ്മളിപ്പോൾ ഒരു സൊസൈറ്റിയിൽ ബിസിനസ് നടത്തുന്നുണ്ട് എങ്കിൽ അതിന് ചുറ്റുപാടും ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാനായിട്ടുണ്ട് ഇല്ലേ? എന്തൊക്കെ കാര്യങ്ങളുണ്ട്? എക്കണോമിക് എൻവയോൺമെൻറ്റ് ഉണ്ട്. എക്കണോമിക് എൻവയോൺമെൻറ്റ് വെച്ചാൽ അവിടെ ഇൻഫ്ലേഷൻ, ഡിഫ്ലേഷൻ, ടാക്സ് റേറ്റ് അതൊക്കെയാണ് വരിക. അതായത് നമ്മൾ എക്കണോമിക്സിലെ കാര്യങ്ങളാണ് വരിക. സോഷ്യൽ എൻവയോൺമെൻറ്റ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ ട്രഡീഷൻ, കസ്റ്റം, ലാംഗ്വേജ്, അവിടുത്തെ സൊസൈറ്റിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് അവിടെ വരിക. പൊളിറ്റിക്കൽ എൻവയോൺമെൻറ്റ് വെച്ചാൽ പൊളിറ്റിക്കൽ പാർട്ടീസ്, അവരുടെ ആറ്റിറ്റ്യൂഡ്, അവരുടെ ഗവൺമെൻറ്, അവരുടെ സ്റ്റെബിലിറ്റി എങ്ങനെയാണ്, അതൊക്കെയാണ് വരിക. ടെക്നോളജി എന്ന് പറയുമ്പോൾ ഇന്നോവേഷനാണ്. മെയിനായിട്ട് ATM കൊണ്ടുവരിക, ഗൂഗിൾ പേ, ഓൺലൈൻ പേയ്മെൻ്റ് ഒക്കെ ടെക്നോളജിക്കൽ എൻവയോൺമെൻറ്റിൽ പെടും. ലീഗൽ എൻവയോൺമെൻറ്റ് എന്ന് പറയുമ്പോൾ അവിടെ ഗവൺമെൻറ് ലോകളാണ്. അതായത് GST ഒക്കെ നമുക്ക് അറിയാലോ, ഒരുപാട് ലോകൾ, കോഡ് ജഡ്ജ്മെൻ്റ് ഒക്കെ വരുമ്പോഴാണ് ആ എൻവയോൺമെൻറ്റ്. അപ്പോൾ നമ്മൾ ഒരു ബിസിനസ് നടത്തുമ്പോൾ ഇതൊക്കെ നമ്മൾ നോക്കണം. ലീഗലി വല്ല പ്രശ്നങ്ങളുണ്ടോ, സൊസൈറ്റിയിൽ ആൾക്കാരുടെ ട്രഡീഷൻ, കസ്റ്റംസിന് നമ്മൾ ബാധിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ എന്താ ഇൻഫ്ലേഷൻ കൂടി, ഡിഫ്ലേഷൻ കൂടി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ബിസിനസ് നല്ല രീതിയിൽ കണ്ടെത്താൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ബിസിനസ് എൻവയോൺമെൻറ്റ് ഡയമെൻഷൻസ്. ദെൻ പിന്നീട് ഇൻഡസ്ട്രിയൽ പോളിസി 90-91 നമുക്കറിയാമായിരുന്നു. കഴിഞ്ഞ കൊല്ലം നിങ്ങൾ എക്കണോമിക്സിൽ പഠിച്ചതാണ്. ന്യൂ എക്കണോമിക് പോളിസി പ്രകാരം ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ ഇൻഡസ്ട്രിയൽ സെക്ടറിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. എന്തൊക്കെ മാറ്റങ്ങളായിരുന്നു? ഇൻഡസ്ട്രിയൽ ലൈസൻസിങ് എടുത്ത് കളഞ്ഞു, പിന്നെ ഡി റിസർവേഷൻ ഓഫ് പ്രോഡക്റ്റ്, അതുപോലെ തന്നെ MRTP ആക്ട്, ഫെറ ആക്ട് അതൊക്കെ നിലവിൽ വന്നു. അതുപോലെ തന്നെ ലിബറലൈസേഷൻ പോളിസീസ് വന്നിട്ടുണ്ട്. പ്രൈവറ്റൈസേഷൻ എന്ന് വെച്ചാൽ എന്താണ്? അതൊക്കെ നമ്മൾ +1 പഠിച്ചതാണ്, ജസ്റ്റ് ഒന്ന് അറിഞ്ഞാൽ മതി കേട്ടോ. ദെൻ ഇവിടെയാണ് അത്യാവശ്യം നിങ്ങൾക്ക് പഠിക്കാനായിട്ടുള്ളത്. അതായത് ചാപ്റ്റർ 4 പ്ലാനിങ്ങിൻ്റെ പ്രോസസ്സ്, അതുപോലെ പ്ലാനിങ്ങിൻ്റെ സ്റ്റെപ്പ് നമുക്ക് 8 ഉണ്ട്. അത് നിങ്ങൾ ഇതേപോലെ എക്സ്പ്ലനേഷൻ കൊടുക്കുക. അതിന് മുന്നേ എന്താണ് പ്ലാനിങ് എന്ന് നോക്കാം. പ്ലാനിങ് എന്ന് പറഞ്ഞാൽ പ്രൈമറി ആൻഡ് ബേസിക് ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻ്റ് ആണ്. അതായത് ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റിൽ ഫസ്റ്റ് ഫങ്ഷനാണ് പ്ലാനിങ്. ബേസിക് ആണ്, പ്രൈമറി ഫങ്ഷൻ ആണ്. ഇതാണ് ബാക്കിയുള്ള ഫങ്ഷനെ, അതായത് കീ ടു അതർ ഫങ്ഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ബേസിക് ഫങ്ഷൻ ആണിത്. ഇവിടെ വേർ വി ആർ, വേർ വി വാണ്ട് ടു ഗോ, നമ്മൾ എവിടെയാണ്, നമുക്ക് എങ്ങോട്ടേക്ക് പോകണം. അതുപോലെ ഡിസൈഡിങ് ഇൻ അഡ്വാൻസ്, അതായത് അഡ്വാൻസ് ആയിട്ട് ഡിസൈഡ് ചെയ്യാണ്. വാട്ട് ടു ബി ഡൺ, വെൻ ടു ബി ഡൺ, ഹൗ ടു ബി ഡൺ, ഹും ടു ബി ഡൺ. അതായത് നമ്മൾ ആർക്ക് എന്തിനെ എങ്ങനെ ചെയ്യണമെന്ന് നമ്മൾ ഡിസൈഡ് ചെയ്യുക. എങ്ങനെ? ഇൻ അഡ്വാൻസ് ആയിട്ട് ഡിസൈഡ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ന് വിളിക്കുന്നത്? പ്ലാനിങ് എന്ന് വിളിക്കുന്നത്. പ്ലാനിങ്ങിൻ്റെ സ്റ്റെപ്സ് ഉണ്ട്, 7-8 സ്റ്റെപ്സുകളുണ്ട്. ഓർഡർ വൈസിൽ എഴുതണം. ഫസ്റ്റ് സ്റ്റെപ്പ് സെറ്റിംഗ് ഒബ്ജക്റ്റീവ്സ്. നമ്മൾ ആദ്യം ഒബ്ജക്റ്റീവ്സ് സെറ്റ് ചെയ്യുന്നു. ദെൻ നെക്സ്റ്റ് ഡെവലപ്പിംഗ് പ്ലാനിങ് പ്രിമിസസ്. ഇവിടെ എന്താണ് പ്ലാനിങ് പ്രിമിസസ് എന്ന് അറിയണം. എന്താ പ്ലാനിങ് പ്രിമിസസ്? മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഭാവിയെ കുറിച്ചിട്ടുള്ള കുറച്ച് അസംഷൻസ്, ഊഹങ്ങൾ. ദർ ആർ സം ദ അസംഷൻസ് അബൌട്ട് ദ ഇന്റേണൽ എക്സ്റ്റേണൽ എൻവയോൺമെന്റ് ഓഫ് ദി ഫേം. അതായത് ഫ്യൂച്ചർ പ്ലാൻസിനെ കുറിച്ച് നമ്മൾ ഇന്റേണലി ആൻഡ് എക്സ്റ്റേണലി പ്ലാനിങ് മുൻകൂട്ടി നടത്തുന്ന ഒരു അസംഷൻസിനെയാണ് നമ്മൾ പ്ലാനിങ് പ്രിമിസസ് എന്ന് വിളിക്കുന്നത്. അതായത് എന്തെങ്കിലുമൊക്കെ പറ്റിയിട്ട് നമുക്ക് അസംഷൻസ് നടത്താം. ഇപ്പോഴത്തെ സ്റ്റാഫ്, ഇപ്പോഴത്തെ മാർക്കറ്റ് കണ്ടീഷൻ, ഇതൊക്കെ എങ്ങനെയായിരിക്കും നമ്മൾ നോക്കും. ഇത് 2 മാർക്കിന് ചോദിക്കാറുണ്ട് കേട്ടോ. എന്താണ് പ്ലാനിങ് പ്രിമിസസ് എന്ന് ചോദിക്കാറുണ്ട്. അപ്പൊ കിട്ടണേ. ദെൻ ഡിറ്റർമൈൻ ഓൾട്ടർനേറ്റീവ് കോഴ്സ് ഓഫ് ആക്ഷൻ. എന്താണ് അടുത്ത്? നമ്മൾ ഏത് കോഴ്സ് ഓഫ് ആക്ഷൻ വേണമെന്നുള്ളത് നമ്മൾ പല പോസിബിൾ ആക്ടിവിറ്റീസ് നോക്കി അതിൽ നിന്ന് നമ്മൾ സെലക്ട് ചെയ്യുന്നതിന് മുന്നേ ഇവാലുവേറ്റ് ചെയ്യണം കേട്ടോ. എന്നിട്ട് വേണം സെലക്ട് ചെയ്യാൻ. ദെൻ ഫോർമുലേറ്റ് ചെയ്യുന്നു, ഡെറിവേറ്റീവ് പ്ലാൻസ് ഇംപ്ലിമെന്റ് ചെയ്യുന്നു, ഫോളോ അപ്പ് ചെയ്യുന്നു. ദെൻ ഈ ടൈപ്സ് ഇത് ഇങ്ങനെ പഠിക്കാം. പലതരം പ്ലാനുകളുണ്ട്. ഏതൊക്കെയെന്നറിയോ? ബഡ്ജറ്റ്, പ്രോഗ്രാം, പ്രൊജക്റ്റ്, പോളിസി, പ്രൊസീജിയർ, മെത്തേഡ്. ഇതിന് 2 കാറ്റഗറി ആയിട്ട് തിരിക്കാം. സിംഗിൾ യൂസ് പ്ലാൻ എന്നും സ്റ്റാൻഡിങ് പ്ലാൻ എന്നും. സിംഗിൾ യൂസ് പ്ലാൻ എന്ന് വെച്ചാൽ അറ്റ് എ ടൈം കുറച്ച് സമയത്തിന് വേണ്ടി മാത്രം, അതായത് പീരീഡ് ഓഫ് ടൈം ഉണ്ടായിരിക്കും, ഒരു പർട്ടിക്കുലർ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം പ്ലാൻ ചെയ്യുന്നു. സ്റ്റാൻഡിങ് പ്ലാൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ക്യാൻ ബി ഒക്കേർഡ് റെഗുലർലി ഓവർ എ പീരീഡ് ഓഫ് ടൈം. കൊല്ലങ്ങളോട് കഴിയുന്ന തോറും നമുക്ക് ഈ പ്ലാനുകൾ ആവശ്യമാണ്. പോളിസി, പ്രൊസീജിയർ, മെത്തേഡൊക്കെ നമ്മൾ അത്യാവശ്യം ടൈം എടുക്കും. ഒബ്ജക്റ്റീവ് എന്ന് വെച്ചാൽ എന്താണ്? ഓരോന്നും അറിയണം വിത്ത് എക്സാമ്പിൾ. ഷുവർ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഒബ്ജക്റ്റീവിൻ്റെ ഒരു എക്സാമ്പിൾ ആണ് ഇൻക്രീസിങ് സെയിൽ ബൈ 10%. ഇതാണ് നമ്മുടെ മെയിൻ ലക്ഷ്യം.
ഇപ്പം എക്സാമ്പിൾ നോക്കാം. സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ പ്ലാനിങ്, എന്തൊക്കെ പ്ലാൻസ് നടത്തണം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ മനസ്സിലാവും. അതായത് സ്ട്രാറ്റജിയാണ് എന്തെന്ന്, സെയിം ലൈൻ ഓഫ് ഓപ്പറേഷൻ തന്നെ നമ്മൾ ചെയ്താൽ നമ്മുടെ ഒരു തന്ത്രമാണ് അല്ലേ. പോളിസി എന്ന് പറയുമ്പോൾ പ്രൈസിങ് പോളിസി, അതായത് ഞങ്ങൾ പ്രൈസ് കൊടുക്കുന്നത് കോസ്റ്റ് നോക്കിയിട്ടാണ്. അത് നമ്മുടെ ഒരു പോളിസി, നമ്മളതിന് മാറ്റില്ല. പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഹാൻഡ്ലിങ് പ്രൊഡക്ഷൻ. ഇപ്പോൾ സെലക്ഷൻ പ്രൊസീജിയർ, അതായത് ഫസ്റ്റത്തെ കഴിഞ്ഞിട്ട് നമ്മൾ അടുത്തേക്ക് കടക്കുള്ളൂ. മെത്തേഡ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? അതായത് എന്താണ് ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് കൊടുക്കുന്നു, അതിൻ്റെ സ്റ്റാൻഡേർഡ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വേജ് പേയ്മെൻറ്റ്, അതായത് ഇപ്പോൾ വേജ് കൊടുക്കുകയാണെങ്കിൽ ഇത്ര മണിക്കൂറിൽ ജോലി ചെയ്താൽ പൈസ കിട്ടും. അപ്പോൾ അങ്ങനെ ഒരു സ്റ്റാൻഡേർഡ്. റൂൾ എന്ന് പറഞ്ഞാൽ സ്മോക്കിംഗ് പ്രൊഹിബിറ്റഡ്, മൊബൈൽ ഫോൺ പ്രൊഹിബിറ്റഡ്, അതുപോലെ തന്നെ അങ്ങനെയുള്ളതൊക്കെ എഴുതിയിട്ടില്ലേ റൂൾ, അതാണ് റൂൾ. പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മളൊരു പ്രോഗ്രാം നടത്തുമ്പോൾ, അതായത് 5 ബ്രാഞ്ചുകൾ പ്രോഗ്രാം നടത്തുന്നു എന്നൊക്കെ പറഞ്ഞ് അത്യാവശ്യം നല്ല നെസസറി ആക്ടിവിറ്റീസ് ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും പ്രോഗ്രാം. ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ ന്യൂമറിക്കൽ എക്സ്പ്രഷനാണ്, അതായത് എത്രത്തോളം ക്യാഷ് വന്നു, എത്രത്തോളം സെയിൽ വന്നു എന്നൊക്കെ ഉള്ളത്. ഓക്കെ, ദെൻ 5ാമത്തെ പാഠത്തിലേക്ക് കിടക്കുകയാണെങ്കിൽ ഓർഗനൈസിങ് എന്താണെന്ന് പഠിക്കുക. അതായത് ഹ്യൂമൻ ആൻഡ് നോൺ ഹ്യൂമൻ റിസോഴ്സസിനെ ബ്രിങ്ങിങ് ടുഗെദർ, ഒരുമിച്ച് കൂട്ടുന്നതിനെയാണ് നമ്മൾ ഓർഗനൈസ് എന്ന് വിളിക്കുക. ഇമ്പോർട്ടൻസ് പഠിക്കാം. ഡിവിഷൻ ഓഫ് വർക്ക് പറ്റുന്നു, ഡ്യൂപ്ലിക്കേഷൻ അവോയ്ഡ് ചെയ്യുന്നു, കോർഡിനേഷൻ ഉണ്ട്, ന്യൂ ചേഞ്ചസ് കൊണ്ടുവരാൻ പറ്റുന്നു, വെൽ ഡിഫൈൻഡ് ജോബ്സ് ഇൻ ഓർഗനൈസേഷൻ. ഇതൊക്കെ ഇമ്പോർട്ടൻസ് ഓഫ് ഓർഗനൈസേഷനാണ്. 2 തരം ഓർഗനൈസേഷൻ സ്ട്രക്ചറാണ് ഉള്ളത്, ഫങ്ഷണൽ സ്ട്രക്ചർ ആൻഡ് ഡിവിഷണൽ സ്ട്രക്ചർ. ഷുവർ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ഇതൊക്കെ. ഫങ്ഷണൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഓരോരുത്തർ ചെയ്യുന്ന വർക്ക് അനുസരിച്ച്, കണ്ട, പർച്ചേസ് ചെയ്യുന്ന ആൾ, പ്രൊഡ്യൂസ് ചെയ്യുന്ന ആൾ, മാർക്കറ്റിങ്ങിന് ഒരാൾ, കണ്ട, ഫങ്ഷൻ അനുസരിച്ചിട്ടാണ് മാനേജർ തിരിക്കുന്നത്. അതായത് ഹിയർ ആക്ടിവിറ്റീസ് ആർ ഗ്രൂപ്പഡ് ഓൺ ദ ബേസിസ് ഓഫ് ഫങ്ഷൻ. ഈച്ച് ഫങ്ഷൻ ഈസ് ഓർഗനൈസ്ഡ് സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെന്റ്. കണ്ടോ, ഓരോ ഫംഗ്ഷനും ഓരോ ഡിപ്പാർട്ട്മെൻറ്റായി തിരിച്ചു. ഡിവിഷണൽ സ്ട്രക്ചർ എന്ന് വെച്ചാൽ ഓരോ പ്രൊഡക്റ്റ് അനുസരിച്ച്, അതായത് ഇപ്പോൾ ടെക്സ്റ്റൈലിൻ്റെ കീഴിൽ മേലെ പറഞ്ഞ സെയിം പ്രൊഡക്റ്റ്, സിമെൻറ്റിൻ്റെ കീഴിൽ ഷോപ്പിംഗ്, ഷിപ്പിംഗ്, ഇനിയിപ്പോൾ അതല്ലെങ്കിൽ ഷിപ്പിങ്ങിൻ്റെ കൂടെ വേറെ നമുക്ക് എന്ത് പറയാം, ഇപ്പോൾ എന്താ പറയുക, വെജിറ്റബിൾ, ഫ്രൂട്ട്സ്, എന്തും ആവാം, ഒക്കെ സെപ്പറേറ്റ് ആയിട്ട് തിരിക്കുന്നു. ഇവിടെ ഓൺ ദ ബേസിസ് ഓഫ് ഗ്രൂപ്പ് ഡിവിഷൻസ് ഓൺ പ്രോഡക്റ്റ് ടെറിട്ടറി അനുസരിച്ചിട്ടാണ് കേട്ടോ. ദെൻ ഡിഫറൻസ് പഠിക്കണം, ഡെലിഗേഷനും ഡീസെൻട്രലൈസേഷനും. ഡെലിഗേഷൻ എന്ന് പറയുമ്പോൾ സുപ്പീരിയറും സബോർഡിനേറ്റും തമ്മിലുള്ളതാണ്. ഡീസെൻട്രലൈസേഷൻ 2 ഡിപ്പാർട്ട്മെന്റ്, അതായത് ടോപ്പ് ലെവൽ മിഡിൽ ലെവൽ തമ്മിലുള്ളതാണ്. ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി കമ്പൽസറി ആണ്, മാനേജറൽ പ്രോസസ് ആണ്, അതോറിറ്റി ആണ് ബേസ്, കൺട്രോൾ വിൽ ബി ഇൻ ദ ഹാൻഡ്സ് ഓഫ് സുപ്പീരിയർ. ഇവിടെ നേരെ ഓപ്പോസിറ്റ്, ഓപ്ഷനിലാണ്, മാനേജറൽ പോളിസി ആണ്, പ്രോസസ് അല്ല, അതോറിറ്റി എല്ലാ സബോർഡിനേറ്റും കൊടുക്കുന്നു, സുപ്പീരിയർ ഹാസ് ദ ഓൺലി കൺട്രോൾ, ജനറൽ കൺട്രോൾ ഉണ്ടാവും. ഓക്കെ, ഇത്രയാണ് ചാപ്റ്റർ 5 വരെ നിങ്ങൾ പഠിക്കേണ്ടത്. നിങ്ങൾക്കിത് ജയിക്കാൻ അത്യാവശ്യമായിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഡബിൾ പാസ് വരെ കിട്ടാം. നമുക്ക് 8 മാർക്കിന് ഷുവർ ക്വസ്റ്റ്യനുള്ള സെലക്ഷൻ്റെ പ്രോസസ്സുകളും അതുപോലെ ഫയോളിൻ്റെ പ്രിൻസിപ്പിളും കോർഡിനേഷൻ്റെ ഫീച്ചേഴ്സും ഒക്കെ നിങ്ങൾ പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. സ്കിപ്പ് ചെയ്യാതെ പഠിക്കാനായിട്ട് നോക്കുക കേട്ടോ. ഓക്കെ എവ്രി വൺ, വീഡിയോ ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഹെൽപ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.